ഹായ് ഫ്രണ്ട്സ്, ജീസസ് ഫാർമ നോട്ട്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ആൻറ്റി ഫംഗൽ ഏജൻസിനെ പറ്റിയാണ്. ഫസ്റ്റ് നമുക്കതിൻ്റെ ഡെഫിനിഷനും നോക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷനും പിന്നെ ഓരോരോ കോമ്പൗണ്ട്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ബേസിലാണ് നമ്മൾ പറയുന്നത്. ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ബേസിൽ ഉള്ള ആൻറ്റി ഫംഗൽ ഏജൻസിനെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഫാർമക്കോളജി ബേസിലാകുമ്പോൾ ഇത് കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്തിട്ടാണുള്ളത്. അപ്പം ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാർമസ്യൂട്ടിക്കൽ ബേസിൽ ഷോർട്ട് നോട്ടായിട്ടാണ് നോക്കുന്നത്. അപ്പം ആൻറ്റിഫംഗൽ ഏജൻസിനെ പറ്റി നോക്കാം. ആൻറ്റിഫംഗൽ ഏജൻസിൻ്റെ ഫസ്റ്റ് ഡെഫിനിഷൻ: ദൂസ് ആർ ഏജൻറ്റ്സ് എംപ്ലോയ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫംഗൽ ഇൻഫെക്ഷൻ ഓൺ ഹെയർ, മ്യൂക്കസ് മെമ്പറൈൻ, നെയിൽസ് ആൻഡ് സ്കിന്നിലോ നെയിൽസിലോ അല്ലെങ്കിൽ മ്യൂക്കസ് മെമ്പറൈനിലോ അല്ലെങ്കിൽ ഹെയറിലോ വരുന്ന ഫംഗൽ ഇൻഫെക്ഷനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഏജൻസിനെ ആണ് നമ്മൾ ആൻറ്റിഫംഗൽ ഏജൻസിനെ എന്ന് പറയുന്നത്. ജനറലി ദ ഫംഗി ഓഫ് കാൻഡിഡ, എപ്പിഡെർമോഫൈറ്റൻ, മൈക്രോസ്പോറം ആൻഡ് ട്രൈക്കോഫൈറ്റൻ കോസസ് ദ ഇൻഫെക്ഷൻ. ഇവരൊക്കെയാണ് മെയിനായിട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന ആൾക്കാരെന്ന് പറയാം, അല്ലെങ്കിൽ കാരണങ്ങളെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ക്ലാസിഫിക്കേഷൻ. മെയിൻലി ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ബേസിൽ മെയിൻലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ ആൻറ്റിബയോട്ടിക്സ്, സെക്കൻഡ് വൺ സിന്തറ്റിക് ആൻറ്റിഫംഗൽ ഏജൻറ്റ്സ്. അതിലെ ഫസ്റ്റ് വണ്ണാണ് ആൻറ്റിബയോട്ടിക്സ്. എക്സാമ്പിളാണ് ഗ്ലിസിയോഫൾവിൻ, ആംഫോടെറസിൻ, ഹാമൈസിൻ ആൻഡ് നിസ്റ്റാറ്റിൻ. സെക്കൻഡ് വൺ സിന്തറ്റിക് ആൻറ്റിഫംഗൽ ഏജൻറ്റ്സ്. അതിന് എക്സാമ്പിളാണ് ക്ലോട്രിമസോൾ, മിക്കണസോൾ, ടോൾനാഫ്റ്റേറ്റ് ആൻഡ് അണ്ടിസിലിനിക് ആസിഡ്. ഫസ്റ്റ് നമുക്ക് സിന്തറ്റിക് ആൻറ്റിഫംഗൽ ഏജൻസിനെ പറ്റി നോക്കാം. ഫസ്റ്റ് വണ്ണാണ് അണ്ടിസിലിനിക് ആസിഡ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെയിൻലി അണ്ടക് 10 ഇനോയിക് ആസിഡ്. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇറ്റ് ഒക്കേഴ്സസ് കളർലെസ് ഓർ പെയിൽ യെല്ലോ ക്ലിയർ ലിക്വിഡ് ഓർ വൈറ്റ് ഓർ യെല്ലോയിഷ് ക്രിസ്റ്റലൈൻ മാസ്. അതിൻ്റെ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഓർഡർ. തേർഡ് പ്രോപ്പർട്ടി ബിറ്റർ ടേസ്റ്റ്. ഫോർത്ത് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇൻസോൾബിൾ ഇൻ വാട്ടർ. ഫിഫ്ത്ത് പ്രോപ്പർട്ടി ഫ്രീലി സോൾബിൾ ഇൻ ആൽക്കഹോൾ, ക്ലോറോഫോം, ഈതർ ആൻഡ് ഫിക്സ്ഡ് ഓയിൽ. ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് അണ്ടിസിലിനിക് ആസിഡിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ വെൽ ക്ലോസ്ഡ് എയർ ടൈറ്റ് കണ്ടെയ്നർ at a temperature not exceeding 15 degrees Celsius ബ്രാക്കറ്റിൽ 8 to 50 degrees Celsius, protected from light. യൂസസ് എന്ന് പറയുന്നത് ഫസ്റ്റ് യൂസാണ് ഫംഗിസ്റ്റാറ്റിക്. സെക്കൻഡ് യൂസാണ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡെർമറ്റൈറ്റിസ് ആൻഡ് ടിനിയ ഇൻഫെക്ഷൻ. നെക്സ്റ്റ് ഡ്രഗാണ് ടോൾനാഫ്റ്റേറ്റ്. അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഒക്കേഴ്സ് ആസ് ക്രീമി വൈറ്റ് ഓർഡർലെസ് ഫൈൻ പൗഡർ, practically insoluble in water. Third point, slightly soluble in alcohol. Fourth point, freely soluble in chloroform. ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് ടു ബി സ്റ്റോർഡ് ഇൻ എയർ ടൈറ്റ് കണ്ടെയ്നർ. ഇതിൻ്റെ യൂസസ് എന്ന് പറയുന്നത് ടോൾനാഫ്റ്റേറ്റിൻ്റെ യൂസസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആൻറ്റിഫംഗൽ ഏജൻറ്റ്. സെക്കൻഡ് വൺ യൂസ്ഡ് ടോപ്പിക്കലി ആസ് 1% സൊല്യൂഷൻ പൗഡർ ക്രീം ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ടിനിയ ഇൻഫെക്ഷൻ. തേർഡ് യൂസ് എന്ന് പറയുന്നത് യൂസ്ഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് നിസ്റ്റാറ്റിൻ ഇൻ കാൻഡിഡിയൽ ഇൻഫെക്ഷൻ. നെക്സ്റ്റ് ആൻറ്റിബയോട്ടിക് ആൻറ്റിഫംഗൽ ഏജൻസി. അങ്ങനെ എക്സാമ്പിളും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഇപ്പോൾ പഠിച്ച പോലെ തന്നെ പ്രോപ്പർട്ടീസ് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് നിസ്റ്റാറ്റിൻ. നിസ്റ്റാറ്റിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആൻറ്റിഫംഗൽ ഏജൻറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഗ്രോത്ത് ഓഫ് സെർട്ടൈൻ സ്ട്രെയിൻസ് ഓഫ് സ്ട്രെപ്റ്റോമൈസിസ്. അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇറ്റ് occurs as yellow to light brown powder. ഹൈഗ്രോസ്കോപ്പിക് ആണ് നെക്സ്റ്റ് പോയിൻറ്റ്. തേർഡ് പോയിൻ്റ് ആണ് സ്ലൈറ്റ്ലി സോൾബിൾ ഇൻ വാട്ടർ. സ്റ്റോറേജ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ വെൽ ക്ലോസ്ഡ് കണ്ടെയ്നർ ഇൻ എ കൂൾ പ്ലേസ്. കൂൾ പ്ലേസ് എന്ന് പറയുന്നത് 2 to 8 degrees Celsius, പ്രൊട്ടക്റ്റഡ് ഫ്രം ലൈറ്റ്. നെക്സ്റ്റ് അതിൻ്റെ സ്റ്റോറേജ് തന്നെ ഉള്ളതാണ് ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ ടു മോയ്സ്ചർ, ഹീറ്റ്, ലൈറ്റ്, എയർ ആൻഡ് സൊല്യൂഷൻ are inactivated by acids and bases. Uses: candidiasis. Second use ആണ് treatment of candidiasis of skin and mucous membrane.
കോസസ്ഡ് ബൈ കാൻഡിഡ ആൽബിക്കൻസ്. നെക്സ്റ്റ് ഡ്രഗാണ് ആംഫോടെറിസിൻ. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് പോളിയിൻസ് ഒബ്റ്റെയിൻഡ് ഫ്രം സെർട്ടൈൻ സ്ട്രെയിൻസ് ഓഫ് സ്ട്രെപ്റ്റോമൈസസ് നോഡോസിസ് കൺസിസ്റ്റ് ഓഫ് ആംഫോടെറിസിൻ എ ആൻഡ് ബി. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇറ്റ് ഓക്കേഴ്സ് യെല്ലോ ടു ഓറഞ്ച് പൗഡർ, ഇൻസോളുബിൾ ഇൻ ആൽക്കഹോൾ, ഈതർ ആൻഡ് വാട്ടർ. ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ വെൽ ക്ലോസ്ഡ് കണ്ടെയ്നർ ഇൻ എ കൂൾ പ്ലേസ്, പ്രൊട്ടക്റ്റഡ് ഫ്രം ലൈറ്റ്. ഇതിൻ്റെ യൂസസ് എന്ന് പറയുന്നത് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് സിവിയർ ഫംഗൽ ഇൻഫെക്ഷൻ. സെക്കൻഡ് യൂസസ് എന്ന് പറയുന്നത് അപ്ലൈഡ് ടോപ്പിക്കലി ഓർ ടേക്കൺ ഓറലി ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ലോക്കൽ കാൻഡിഡിയാസിസ്. ഹാമൈസിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് കോമ്പണൻറ്റ് എ, ബി ആൻഡ് സി. പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇറ്റ് ഒക്കേഴ്സ് യെല്ലോ അമോഫസ് പൗഡർ, ഇൻസോളുബിൾ ഇൻ ബെൻസിൻ, ക്ലോറോഫോം, ഈതർ ആൻഡ് വാട്ടർ. യൂസസ് എന്ന് പറയുന്നത് എംപ്ലോയ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് വേരിയസ് ഫംഗൽ ഇൻഫെക്ഷൻ. ഫോർത്ത് ഡ്രഗാണ് ഗ്രിസിയോഫൾവിൻ. ഒബ്റ്റെയിൻഡ് ഫ്രം പെൻസിലിയം ഗ്രിസിയോഫൾവം. അതാണ് അതിൻ്റെ എവിടെ നിന്നാണ് കിട്ടുന്നത്? പെൻസിലിയം ഗ്രിസിയോഫൾവം. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഒക്കാസസ് വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡർ വിത്ത് ബിറ്റർ ടേസ്റ്റ്, ഓർഡർലെസ് ആണ്, അതേപോലെ തന്നെ തെർമോസ്റ്റേബിൾ ആണ്, ഇൻസോളുബിൾ ഇൻ വാട്ടർ, സ്പാരിംഗ്ലി സോളുബിൾ ഇൻ ആൽക്കഹോൾ, സോളുബിൾ ഇൻ അസറ്റോൺ ആൻഡ് ക്ലോറോഫോം. ഇതിൻ്റെ യൂസസ് എന്ന് പറയുന്നത് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ടിനിയ ഇൻഫെക്ഷൻ, യൂസ്ഡ് ഇൻ ദ ഇൻഫെക്ഷൻ ഓഫ് ഹെയർ, നെയിൽ ആൻഡ് സ്കിൻ. താങ്ക് യു ഓൾ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ മലയാളം കൂടെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ മലയാളത്തിലും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. താങ്ക് യു.